ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ട് 3 വീടുണ്ട്. ആ 3 വീട് കംപ്ലീറ്റ് കത്തിപ്പോയി. ഓ, വേറെ വീട്. ആ വേറെ വീട്. അവിടുന്ന് തീ നേരെ നമ്മുടെ ചർച്ചിലേക്ക് ഇറങ്ങി. എല്ലാവർക്കും സ്നേഹവന്ദനം. ചില നാൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ കടന്നിരിക്കുന്നു. നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോ തീർത്ത് കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സഹായിക്കണം. ചെന്നൈയിൽ സെൻട്രൽ ഡിസ്ട്രിക്ട് ചർച്ചായ ബാശ്വത് പാർട്ടിയിലെ ശാലേം IPC ദൈവസഭ കത്തി നശിച്ചിരിക്കുന്നു. ഞാൻ ആ ദേവദാസനെ വിളിച്ച് കോൺടാക്ട് എബ്രഹാം ജോർജ് എന്ന് പറയുന്ന IPCയിലെ പാസ്റ്ററിനെ വിളിച്ച് കോൺടാക്ട് ചെയ്തു. പുള്ളി പറഞ്ഞത് ഈ സഭയുടെ പുറത്ത് ആരോ തീ വേസ്റ്റ് ഇട്ട് കത്തിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് ഈ ചർച്ച് കത്തി നശിച്ചു എന്നാളാണ്. ഈ ചർച്ച് മാത്രമല്ല, ചർച്ച് ഹോളും വർഷങ്ങളായി അവർ ആരാധിക്കുന്ന ചർച്ച് ഹോളാണ്. അതുപോലെ പാസ്റ്റർ താമസിക്കുന്ന ഭവനം, അതുപോയിട്ട് വേറെ 2 കുടുംബങ്ങളും അതുപോലെ ഭവനങ്ങളും നാശത്തിന് ഈ തീയിൽ നശിച്ചിരിക്കുന്നു. ഇത് മനഃപൂർവ്വമായ ചെയ്തതെന്ന് തോന്നുന്നില്ല. ആരോ പുറത്തോട് വേസ്റ്റ് കത്തിച്ചപ്പോഴുള്ള ഇതുകൊണ്ട് കത്തിയതാണ്. ശ്രദ്ധിക്കേണ്ടത് IPC ദൈവസഭയാണ്. ഈ ദേവദാസൻ നിങ്ങൾ സഹായിക്കുക. ഇപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇനി ഇവിടെ ആരാധന നടത്തുമെന്ന് എനിക്കറിയില്ല. ഇതിന് മുകളിൽ ഒരു തമിഴ് ആരാധനാലുണ്ട്, അവിടെയും വലിയ നാശനഷ്ടം ഉണ്ടായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ ആ ചർച്ച് ഹോളിന് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യുക. അതുപോലെ ദേവദാസനും താമസിക്കുവാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ദൈവനാമത്തെ അർപ്പിക്കുകയാണ്. ഞാൻ ഈ ദേവദാസൻ പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് ഈ വീഡിയോ ചേർക്കാം, നിങ്ങളത് കാണുക. ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അർപ്പിക്കുന്നു. ഹലോ. ആ, പാസ്റ്ററാണേ. പാസ്റ്ററാണ് വിളിക്കുന്നത്. ഓക്കെ. ചെന്നൈയിലാണ് സംസാരിക്കുന്നത്. അതെ, ചെന്നൈയിൽ നിന്നാണ്. പാസ്റ്ററാണോ വിളിക്കുന്നത്? പാസ്റ്ററാണോ? ഞാൻ പാസ്റ്റർ, IPCയിലെ പാസ്റ്ററാണ്. ഓക്കെ പാസ്റ്റർ. ഓക്കെ. നമ്മുടെ എന്തൊക്കെ അത് ചർച്ച് നമ്മുടെ വീടിന് തൊട്ടടുത്ത സൈഡിൽ അവര് വേസ്റ്റ് കുപ്പ എന്തോ ഇട്ട് കത്തിച്ചതാ. അവിടുന്ന് തീ നേരെ നമ്മുടെ ബിൽഡിങ്ങിനെ കയറി പിടിച്ചു. അതില് ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ട് 3 വീടുണ്ട്. ആ 3 വീട് കംപ്ലീറ്റ് കത്തിപ്പോയി. വേറെ വീട്. വേറെ വീട്. അവിടുന്ന് തീ നേരെ നമ്മുടെ ചർച്ചിലേക്ക് ഇറങ്ങി, മുകളിൽ താവോട്ട് ഇറങ്ങി. അയ്യോ, നിങ്ങൾ അവിടെ താമസം? ഞങ്ങളുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഉള്ളപ്പോഴാണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് കെടുത്താൻ പറ്റിയില്ല. അതിനുമ്പ് തീ ഭയങ്കരമായിട്ട് ആളി കത്തി. പിന്നെ നമ്മള് മുകളിൽ 2 വീടുണ്ട്, അവരുടെ ഗ്യാസ്, നമ്മുടെ ഗ്യാസ്, ഇതെല്ലാം സിലിണ്ടർ എല്ലാം പുറത്തിറക്കി. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു പക്ഷേ. നമ്മൾ വേറൊരു വീട്ടിലാണ് ഉള്ളത്. നമുക്കിപ്പോൾ അവിടെ താമസിക്കാൻ പറ്റത്തില്ല. അത് മൊത്തം നമ്മുടെ സാധനങ്ങൾ കുറെ കത്തിപ്പോയി. അന്നേരത്തേക്ക് ഫയർ വന്ന് തീയെല്ലാം അണച്ചു കേട്ടോ. എങ്കിലും നമ്മുടെ ചർച്ചിൽ അവിടെ ഇപ്പം ഇനി പ്രാർത്ഥന നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിന്റെ ചോരെല്ലാം വിണ്ട് ഈ തീ കത്തിയിട്ടേ. ഹോളെല്ലാം എന്തായി, ഷീറ്റ് ഇറങ്ങി, നമ്മുടെ കസേരയെല്ലാം കത്തിപ്പോയി. പിന്നെ പിള്ളേര് 2 പേരുണ്ട്. അവര് സ്കൂളിലായിരുന്നു, അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും പറ്റിയില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം എടുക്കാൻ പറ്റിയ സാധനങ്ങൾ മാത്രമേ എടുത്ത് നമ്മൾ പുറത്ത് ചാടി. ആർക്കും മറ്റു പ്രയാസങ്ങളൊന്നും വന്നില്ല. പക്ഷെ അവരുടെ സാധനങ്ങളെല്ലാം കത്തിപ്പോയി. നമ്മുടെ അതുപോലെ തന്നെ നമുക്കിപ്പോ ചർച്ച ഇനി മറ്റുള്ളത് എന്തെങ്കിലും വേറെ നോക്കണം പക്ഷേ. താമസിക്കാൻ അവിടെ പറ്റത്തില്ല. തന്നെയല്ല ഇത് ചെന്നൈയിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലായിടത്തും പോയി പ്രാർത്ഥന നടത്താൻ ബുദ്ധിമുട്ടാണ്. നമുക്കിനി വേറെ വീട് നോക്കണം, ചർച്ച് നോക്കണം. ഇപ്പം ചർച്ചെല്ലാം ഒരുമാതിരി അനുഗ്രഹിക്കപ്പെട്ട് വരുമായിരുന്നു. നമുക്കിപ്പോൾ ഒരു 10-35 പേര് ഇവിടെ ആരാധനയ്ക്ക് വരുന്നുണ്ട് പുതിയതായിട്ട്. കുറച്ച് പേരൊക്കെ സ്നാനം എടുക്കാനുള്ള താല്പര്യത്തിൽ ഇരിക്കുന്നു. പിന്നെ മുസ്ലിങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു സഹോദരിയുണ്ട്. അവരാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാട്. അവരുടെ ഹസ്ബൻഡ് വരെ അവരെ ഇട്ടിട്ട് പോയി. പിന്നെ മുസ്ലിങ്ങളാണ് ഇവരെവിടെയാ പോകുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി അവര് പരക്കം പാഞ്ഞിരിക്കുക. നമ്മുടെ ചർച്ച് അവർ സ്കെച്ച് ഇട്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ഏരിയ എന്നുള്ളത് ഒരു ക്രിസ്ത്യൻ മേഖലയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പോകുന്നു. പക്ഷെ പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കിപ്പോ ഈ ആഴ്ച തന്നെ ഇവിടുന്ന് ചർച്ചെല്ലാം മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം കത്തിയില്ലെങ്കിലും ഒരുമാതിരിപ്പെട്ടതൊക്കെ കത്തി. നമുക്കിനി ബാക്കിയൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ നിലയിൽ പുകയെല്ലാം അകത്തോട്ട് ഇറങ്ങിയത് കൊണ്ടേ കരി ഇതുമെല്ലാം ഉണ്ട്. നമ്മളതെല്ലാം അടച്ചിട്ട് പുറത്ത് ഞങ്ങൾ വേറെ വീട്ടിലാണ്, നമ്മുടെ ഒരു അമ്മാമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. ഇനിയിപ്പോ നമ്മൾ പുതിയ വീടും ചർച്ചും ഇതെല്ലാം നോക്കണം. വാടകയ്ക്കായിരുന്നു അത്. പിന്നെ
അവിടെ അതിന്റെ അടുത്ത് തീയിട്ട ആൾക്കാർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. എങ്കിലും അതൊക്കെ ഏത് കാലത്ത് വരും എന്നുള്ളത് ഓ നമുക്കറിയില്ല. അതൊന്നും ഇപ്പൊ നമുക്ക് നോക്കാൻ നിൽക്കണ്ട. ഞങ്ങളുടെ തൊട്ട് മുകളിൽ ഒരു തമിഴ് ചർച്ച ഉണ്ടായിരുന്നു. അത് ഫുള്ള് കത്തിപ്പോയി. അവർക്കൊരു 10-30 ചെയറും പിന്നെ അതുപോലെ തന്നെ ഒത്തിരി സാധനങ്ങളൊക്കെ ആണ്. അത് മുഴുവൻ പോയി. അതുപോലെ 2 വീടുണ്ടായിരുന്നു, അതും കത്തിപ്പോയി. അപ്പൊ ആ ബാക്കി നാട്ടിലെവിടെ? എൻ്റെ തൊടുപുഴ വീട് പാസ്റ്റേ. തൊടുപുഴ. ഓക്കെ ഓക്കെ. അതെ പ്രാർത്ഥിക്കുക പാസ്റ്റേ. ഓക്കെ, ശരി പാസ്റ്റർ, പ്രാർത്ഥിക്കാം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ വിളിക്കാം. ഓക്കെ.